ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മുടെ ഹെയർ എങ്ങനെ സംരക്ഷിക്കണം, നമ്മുടെ ഹെയറിൽ ഡാൻഡ്രഫ് വരുന്നത് എന്തുകൊണ്ട്, ഈ ഡാൻഡ്രഫ് അതുപോലെ ഹെയർ ഇങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്, ഒരുപാട് ഡ്രൈ ആയി പോകുന്നത്, ഒരുപാട് ഫ്രിസി ആയി പോകുന്ന ഹെയറുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹെയറിൽ ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും, എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റും. ചെറിയൊരു ടിപ്പല്ല, നമ്മൾ ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ചെറിയ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ ഹെയർ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് വർക്കിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മുടി നന്നായി ഡ്രൈയും പിന്നെ ഫ്രിസിയും നമ്മൾ ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള ഹെയറായി മാറിയിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ഹെയർ. ഇങ്ങനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ട്, ഞാൻ കുളിച്ചതാണ്, പക്ഷേ ജസ്റ്റ് ഒരു വെള്ളം വെച്ചിട്ടുള്ള ഒരു വാഷിംഗ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ മുടി കാണുമ്പോൾ തോന്നും ഇതെന്താണ് ഞാൻ ഒരു വൃത്തി ഇതിന് സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല, നമുക്ക് കോമ്പ് ചെയ്തിട്ടൊന്നുമില്ല. എന്നിട്ട് ഞാൻ രാവിലെ തിരക്കി പോകുന്നപ്പോൾ ജസ്റ്റ് ഒന്നൊരു ക്രാബ് മാത്രം ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്താണ്, ജസ്റ്റ് ഒരു വാഷിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് ഡ്രൈയും ഫ്രിസിയും ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലെ വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ കട്ടിപ്പുള്ള കിണർ വെള്ളമാണ്. അപ്പോൾ ആ വെള്ളത്തിൽ കുളിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മുടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ തന്നെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മുടി എങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇവിടെ ഡെയിലി വാഷ് ചെയ്യുമെങ്കിലും ആഴ്ചയിൽ 2 തവണ നമ്മുടെ പാർലറിൽ വന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഷാമ്പൂ ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കുന്ന ഈ മുടി എങ്ങനെ ഞാൻ നല്ല രീതിയിലാക്കുന്നു, എങ്ങനെ ഞാൻ വാഷ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്ന് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ മുടി നമ്മൾ ജസ്റ്റ് ഷാമ്പൂ വാഷ് ആൻഡ് കണ്ടീഷനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മുടി എങ്ങനെയാണെന്നും കാണിച്ചു തരാം. അപ്പോൾ അതിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ മുടിയിൽ നമുക്ക് താരം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എല്ലാവരും യാത്ര പോകുന്നവരും പുറത്തേക്ക് പോകുന്നവരാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണ തേച്ചിട്ട് എണ്ണ മെഴുക്കോട് കൂടിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക പരമാവധി. നമ്മളുടെ അന്തരീക്ഷം പണ്ടത്തെ അന്തരീക്ഷമല്ല, ഇപ്പോൾ ഒരുപാട് പൊല്യൂഷനാണ്. നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ അറിയാം, വാഹനങ്ങളുടെ, അതുപോലെ തന്നെ പൊടി, അങ്ങനെ ഒരുപാട് അന്തരീക്ഷത്തിൽ ഒരുപാട് അഴുക്കും പൊടിയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മുടിയിൽ, നമ്മൾ ഓയിൽ തേച്ച മുടിയിലാണെങ്കിൽ ഒരു യാത്ര പോയി വന്നപ്പോൾ തന്നെ നമ്മുടെ മുടിയിൽ ഒരുപാട് അഴുക്കും അതും നിറഞ്ഞിരിക്കും, എന്തായാലും പറ്റിപ്പിടിച്ചിരിക്കും. പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്ന് വിയർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇറിറ്റേഷൻ തോന്നി, നമ്മളൊന്ന് മാന്തും, ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞപ്പോൾ നമ്മളൊന്ന് മാന്തും. അപ്പോൾ ആ ഇറിറ്റേഷനിൽ നമ്മൾ ആ മാന്തൽ ഇന്നിപ്പോൾ മാന്തി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നമ്മളിപ്പോൾ കയ്യുമ്മലായാലും ഒരു മുരിയുള്ള ഒരാൾ കയ്യുമെന്ന് മാന്തി കഴിഞ്ഞാൽ ഒരു പാട് വരും, ഇല്ലേ? കാരണം അതിനൊരു വര വന്നില്ലേ? ചിലവർക്ക് അതൊരു പിറ്റേ ദിവസത്തേക്ക് ഒരു പൊട്ടി അങ്ങനെ കോറിയതിന് ഇങ്ങനെ ഡെഡായിട്ടുണ്ടാവും, അതിങ്ങനെ പിരിഞ്ഞു പോകും. അതുപോലെ തന്നെയാണ് നമ്മളുടെ സ്കാൽപ്പിൽ നമ്മൾ മാന്തുമ്പോഴും, നമ്മളിങ്ങനെ മാന്തുമ്പോൾ അവിടെ ഒരു സ്കിന്ന് എന്തായാലും ഒരു കോറൽ പറ്റിയിട്ടുണ്ടാവും. ആ കോറൽ പിറ്റേ ദിവസത്തേക്കോ അല്ലെങ്കിൽ 2-3 ഡേയ്സ് കഴിയുമ്പോഴോ അവിടെ ഒരു നമ്മളുടെ സ്കിന്നിന് ഒന്ന് ചേഞ്ച് വരുന്നതാണ്. അങ്ങനെ ആണ് നമ്മളുടെ സ്കാൽപ്പിലേക്ക് അഴുക്കും പൊടിയും ഇറങ്ങിയിട്ടാണ് നമ്മൾക്ക് താരൻ വരുന്നത്. അപ്പോൾ ഈ താരനെ നമ്മൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. അങ്ങനെയാണ് നമ്മുടെ മുടി പൊഴിയുന്നതും മുടിയിലെ ക്ലീനിങ് ആണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, നമ്മൾ ആഴ്ചയിൽ 2 ദിവസമേ നമ്മൾ കുളിക്കുന്നുള്ളൂ എങ്കിലും ആ 2 ദിവസവും നമ്മൾ ഷാമ്പു വാഷ് ചെയ്തിരിക്കണം. നമ്മൾ എണ്ണയിട്ട് കുളിക്കുന്ന ദിവസം, ഇപ്പോൾ വീക്ക്ലി വൺസ് എണ്ണയിട്ട് കുളിക്കുന്നവരുണ്ടാവും. അപ്പോൾ വീക്ക്ലി വൺസ് ആണ് നമ്മൾ എണ്ണയിട്ട് കുളിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വീക്ക്ലി വൺസ് തന്നെ നമ്മൾ ആ എണ്ണയിടുന്ന ദിവസം നമ്മൾ ഷാമ്പു വാഷ് ചെയ്തിരിക്കണം. ഷാമ്പു വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ മുടിയിൽ നമ്മൾ ഷാമ്പു വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, ഷാമ്പു ഇടുന്നത് തന്നെ മുടിയെ ഡ്രൈ ആക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡ്രൈ ആക്കുക, നമ്മൾ മീനിനെ നമ്മൾ ചിതമ്പൽ ഇങ്ങനെ നീക്കുമല്ലോ, ചിതമ്പൽ കളയുമ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ ചിതമ്പൽ ഇങ്ങനെ പൊളിഞ്ഞിട്ടല്ലേ ഇരിക്കുക. അതേപോലെയാണ് ഷാമ്പു വാഷ് കഴിഞ്ഞ മുടിയിൽ എനിക്ക് സംഭവിക്കുന്നത്. ആ മുടിയെ നമ്മൾ ആ ചിതമ്പൽ ഇങ്ങനെ നിൽക്കുന്നത് സോഫ്റ്റ് ആക്കി ഇങ്ങോട്ട് ആക്കിയിടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കണ്ടീഷണർ. ഈ കണ്ടീഷണർ യൂസ് ചെയ്യുക. ഷാമ്പു വാഷ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കണ്ടീഷണർ യൂസ് ചെയ്തിരിക്കണം. യൂസ് ചെയ്യുമ്പോൾ സ്കാൽപ്പിൽ കണ്ടീഷണർ തൊടാൻ പാടില്ല. സ്കാൽപ്പിൽ കണ്ടീഷണർ തൊടാൻ പാടില്ല. നമ്മൾ മുടിയുമ്പോൾ മാത്രമായിട്ട് വേണം കണ്ടീഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കണ്ടീഷണർ ഇട്ട് ജസ്റ്റ് 1-2 മിനിറ്റ് നമ്മളിങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ മസാജ് പോലെ ഇങ്ങനെ കൊടുത്തിട്ട് നന്നായി വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മുടെ മുടി സ്മൂത്തായി നമ്മുടെ മുടിയിലുള്ള ഡാമേജ് പകുതിയും മുക്കാലോളം മാറിക്കിട്ടും. മനസ്സിലായോ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഷാമ്പു വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും നിർബന്ധമായും കണ്ടീഷണർ യൂസ് ചെയ്യണം. ഷാമ്പു വാഷ് ചെയ്തിട്ട് നിങ്ങൾ ഡ്രൈ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ആ മുടി പൊട്ടി പോവുള്ളൂ.
അതൊന്നും ഇല്ലാതിരിക്കാനാണ്. നമ്മൾ ഷാമ്പു ചെയ്യുന്നത് എന്തിനാ? നമ്മുടെ മുടിയിലെ അഴുക്കൊക്കെ കളയാനാണ്, സ്കാൽപ്പിലെയും മുടിയിലെ അഴുക്ക് കളയാനാണ് ഷാമ്പു ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കണ്ടീഷണറും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഉണ്ടാകുന്ന ഡാമേജും കുറഞ്ഞു കിട്ടും. അപ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, സ്കാൽപ്പിൽ തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. മുടിയുമ്പോൾ മാത്രം കണ്ടീഷണർ യൂസ് ചെയ്യുക. ഷാമ്പു ഇടുമ്പോൾ നിങ്ങൾ എടുക്കുന്നുണ്ട്, എത്രയാണോ എടുക്കുന്നത് അതൊരു ബൗളിലോ അല്ലെങ്കിൽ ഒരു കപ്പിലോ വെള്ളത്തിൽ ചാലിച്ചതിന് ശേഷം, അതായത് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്കാൽപ്പിലേക്ക് അതൊഴിച്ച് നന്നായി റബ്ബ് ചെയ്ത്, മസാജ് പോലെ റബ്ബ് ചെയ്ത് വാഷ് ചെയ്ത് കളയണം. അങ്ങനെയായിരിക്കണം ഷാമ്പു വാഷ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഷാമ്പു വാഷ് ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ കണ്ടീഷണർ ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുടി ഉണക്കുക. നമ്മൾ നന്നായി നല്ല തുണികൾ, അതായത് നമ്മൾ ഡാൻഡ്രഫൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരിക്കലും മറ്റൊരാളുടെ ടവലോ ചീർപ്പോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ യൂസ് ചെയ്ത ചീർപ്പ് ടവലൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട്, നമ്മൾ ഈ ഷാമ്പു വാഷും ഇതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ടവൽ എടുക്കുക. ഈ കോമ്പൊക്കെ നന്നായി ക്ലീൻ ചെയ്തിട്ടുള്ള കോമ്പ് വെച്ചിട്ട് പിന്നെ ഈര. അപ്പോൾ നമ്മുടെ പഴയ ആ ഹെയറിൽ ഉണ്ടായിരുന്ന ആ ഡാൻഡ്രഫിൻ്റെ അംശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനാണ്, പിന്നീട് നമ്മുടെ തലയിലേക്ക് വീണ്ടും വരാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഷാമ്പു ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. ഷാമ്പു ചെയ്യുമ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്യുക. കണ്ടീഷണർ യൂസ് ചെയ്ത് ഡ്രയർ വെച്ചതിന് ശേഷം, അതായത് ഡ്രൈ ആയതിനു ശേഷം ആ മുടി നമുക്ക് ഒരുപാട് പൊന്തി നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരുപാടായിട്ട് നമുക്ക് കാറ്റടിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒരു സിറം എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, ഹെയർ സിറം. ആ സിറത്തിന് 1 or 2 ഡ്രോപ്സ് കയ്യിലെടുത്തിട്ട് നന്നായി അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് മുടി കോംബ് ചെയ്യുക. പിന്നെ ഏറ്റവും മെയിനായിട്ട് വേണ്ടത് നമ്മുടെ മുടിയുടെ സംരക്ഷണം വെച്ചാൽ കോമ്പിങ് ആണ്. കോംബ് ചെയ്യണം. എത്രത്തോളം കോംബ് ചെയ്യുന്നു അത്രത്തോളം മുടിക്ക് സോഫ്റ്റ്നെസ് കൂടുന്നതാണ് പറയുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എത്രത്തോളം മുടിയെ നമ്മൾ കോംബ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ മുടിയിലെ സോഫ്റ്റ്നെസ് കൂടും. അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് അറിവുകളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അറിവുകൾ എൻ്റെ അടുത്ത് ഇതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതും പറഞ്ഞു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാനിതുപോലൊരു വീഡിയോ ചെയ്യാം. ഇനി ഞാനിത് എൻ്റെ മുടി ഞാൻ ഷാമ്പു വാഷ് കണ്ടീഷനിങ് ചെയ്തിട്ടുള്ള മുടി, ഡ്രയർ വെച്ചിട്ടുള്ള മുടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതുവരേക്കൊന്ന് വെയിറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ഹെയർ വാഷിംഗ് ഒക്കെ കഴിഞ്ഞു, മുടി ഷാമ്പു വാഷ് ചെയ്തു, അതുപോലെ തന്നെ കണ്ടീഷണറൊക്കെ ഇട്ടു. അപ്പോൾ എൻ്റെ കുറച്ച് നേരത്തെ മുടിയല്ലല്ലേ ഇപ്പോൾ നോക്കിയേ ചേഞ്ച് കണ്ടോ. പിന്നെ ഡ്രയർ വെച്ച് ഒന്ന് ഉണക്കി. ഇനി അതിന് ശേഷം ഞാനൊരു സിറം അപ്ലൈ ചെയ്യാണ്. ഇതിപ്പോൾ എൻ്റെ ഉള്ളത് സാധാരണ ഒരു സിറാണ് കേട്ടോ. ഒരു ഡ്രോപ്പ് എടുത്തിട്ടുള്ളൂ. എൻ്റെ മുടിയിൽ നല്ലോണം അഴുക്കും പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അഴുക്കും പൊടിയും നല്ലോണം ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലോണം ഷാമ്പു വാഷ് ചെയ്തു. അതിനുശേഷം ഞാൻ കണ്ടീഷണർ ഇട്ടു, അത് നന്നായി വാഷ് ചെയ്തു. അതിനുശേഷം ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്തു വന്നതെന്ന് വെച്ചാൽ കണ്ടീഷണർ വേണമെങ്കിൽ 1-2 മിനിറ്റും കൂടി വെക്കാമായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്തു വന്നത്. അപ്പോൾ സിറം കൂടി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കോംബ് ചെയ്യാം. കോംബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടിയിൽ വരുന്ന ഷൈനിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കോമ്പിങ്ങിലാണ് നമ്മളുടെ മുടിയിൽ ഷൈനിങ് വരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മുടി നിങ്ങൾ കുറച്ച് നേരത്തെ കണ്ട മുടിയല്ലല്ലോ, നല്ല ചേഞ്ച് ആയില്ലേ. അപ്പോൾ ഇതാ, അപ്പോൾ മുടിയിൽ എല്ലാ അഴുക്കും പൊടിയും ഒക്കെ പോയി നല്ല ഫ്രഷായി. എൻ്റെ സ്കാൽപ്പ് ഫ്രഷായി, അതുപോലെ തന്നെ മുടിയും ഫ്രഷ് ആൻഡ് സ്മൂത്തുമായി. മുടീനെ എനിക്ക് തൊടുമ്പോൾ തന്നെ ഒരു ഫീലുണ്ട്. മറ്റേത് എന്തോ ഒരു ഇതിൽ തൊടുന്ന പോലെയാണ് ഫീൽ ചെയ്തിരുന്നത്. അപ്പം ഞാൻ എൻ്റെ മുടി ഹെയർ വാഷ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഫേസിനൊരു ചേഞ്ച് വന്നു. അപ്പോൾ മുടിയിൽ വന്ന ചേഞ്ച് വന്നപ്പോൾ തന്നെ നമ്മൾക്കൊരു റീഫ്രഷ് ആയി കഴിഞ്ഞു നമ്മൾ തന്നെ. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഇതുപോലത്തെ ടിപ്സ് വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സബ്സ്ക്രൈബേഴ്സ് കൂടിയാലാണ് എനിക്ക് ഇതുപോലത്തെ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ ഒരു താല്പര്യം തോന്നുന്നത്. നമുക്ക് കാണുന്നില്ല, വ്യൂസ് ഇല്ല എന്ന് കാണുമ്പോൾ ചെയ്യാനൊരു താല്പര്യക്കുറവ്. അപ്പോൾ വ്യൂസ് ഉണ്ടാകുമ്പോൾ എനിക്ക് ചെയ്യാൻ ഒരു താല്പര്യം വരും. ഞാൻ കുറേശ്ശെയായിട്ട് വളർന്നു വരുന്ന കുഞ്ഞു കലാകാരിയായി എന്ന് വിചാരിച്ചാൽ മതി. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, പൊറുക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.